Hi friends, this is Revati Krishnan and welcome to yet another cool session from English Mithra. നമ്മൾ ഒരു ദിവസം എത്ര തവണ ഈ very എന്ന വാക്ക് യൂസ് ചെയ്യും? VERY, very. ഒത്തിരി തവണ യൂസ് ചെയ്യും അല്ലേ? എല്ലാ ആഡ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യും. വെരി ഗുഡ്, വെരി ബാഡ്, വെരി ലൗഡ്, വെരി നോയ്സി, വെരി ക്രൗഡഡ്, വെരി കൺഫ്യൂസിങ്, അങ്ങനെ പല 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 ആഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ വെരി യൂസ് ചെയ്യും. വെരി യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, നമ്മുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്തെന്നൊരു തോന്നൽ കിട്ടുന്നില്ല അല്ലേ? അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വെരിയെ പതുക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ആഡ്ജക്റ്റീവ്സ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. Let's begin with the first word. Very cheap. Very cheap. ഈ വെരി ചീപ്പിന് ഒറ്റ വാക്ക് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? വെരി ചീപ്പ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വാക്കാണ് സ്റ്റിങ്ങി. സ്റ്റിങ്ങി. വെരി ചീപ്പ്, സ്റ്റിങ്ങി. നമ്മളെപ്പോഴും വെരി ചീപ്പ് എന്ന് പറയുന്നതിന് പകരം യു ക്യാൻ ജസ്റ്റ് സിംപ്ലി സേ സ്റ്റിങ്ങി. മൂവിങ് ഓൺ, അടുത്ത ഒരു വേർഡ് നമുക്ക് നോക്കാം. വെരി ക്ലീൻ. വെരി ക്ലീൻ. അത് സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി കോൺവെർസേഷനിലൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന വാക്കാണ് വെരി ക്ലീൻ. അതിന് പകരം നമുക്ക് സ്പോട്ട്ലെസ് എന്ന് പറയാം. സ്പോട്ട്ലെസ്. ദി ടേബിൾ ലുക്സ് സ്പോട്ട്ലെസ്. വെരി ക്ലീൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ പറയാം. വെരി റെയിനി. വെരി റെയിനി അല്ലേ? ടുഡേ ഇറ്റ് സീംസ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി റെയിനി. അപ്പം വെരി റെയിനിക്ക് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? pouring. pouring. വെരി റെയിനിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് pouring. മൂവിങ് ഓൺ, വെരി ബാഡ്. വെരി ബാഡ്. ഹീസ് എ വെരി ബാഡ് ബോയ്. വെരി ബാഡ്. വെരി ബാഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ്ജക്റ്റീവാണ് horrendous. horrendous. വെരി ബാഡ്, horrendous. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കോമ്പിനേഷൻ, വെരി ലൗഡ്. വെരി ലൗഡ്. വെരി ലൗഡിന് പകരം നമുക്ക് ഏത് ആഡ്ജക്റ്റീവ് യൂസ് ചെയ്യാൻ പറ്റും? ഡെഫനിങ്. ഡെഫനിങ്. വെരി ലൗഡിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ്ജക്റ്റീവാണ് ഡെഫനിങ്. അപ്പോൾ അടുത്ത കോമ്പിനേഷൻ നോക്കാം. വെരി ഹാപ്പി. വെരി ഹാപ്പി. അത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ്. വെരി ഹാപ്പി. ഐ ആം വെരി ഹാപ്പി. യു ലുക്ക് വെരി ഹാപ്പി. ദേ ആർ വെരി ഹാപ്പി. അപ്പോൾ വെരി ഹാപ്പിക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ്ജക്റ്റീവാണ് എക്സ്റ്റാറ്റിക്. എക്സ്റ്റാറ്റിക്. വെരി ഹാപ്പി, എക്സ്റ്റാറ്റിക്. അതുപോലെ തന്നെ ഒരു കോമ്പിനേഷനാണ് വെരി ലേസി. വെരി ലേസി. അതും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഷീ ഈസ് വെരി ലേസി. വെരി ലേസിക്ക് പകരം നമുക്ക് പറയാൻ പറ്റുന്നൊരു നല്ലൊരു ആഡ്ജക്റ്റീവാണ് ഇൻറ്റലൻറ്റ്. 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 വെരി ലേസി, ഇൻറ്റലൻറ്റ്. അടുത്ത ഒരു കോമ്പിനേഷനാണ് വെരി കൺഫ്യൂസ്ഡ്. വെരി കൺഫ്യൂസ്ഡ്. വെരി കൺഫ്യൂസ്ഡ് ലേസി ബോയ് എന്നൊക്കെ പറയത്തില്ലേ? വെരി കൺഫ്യൂസ്ഡ് എന്ന വാക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ്ജക്റ്റീവാണ് perplexed. Perplexed. Very confused, perplexed. Let's take a look at the next combination, which is very different. Very different. അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് വെരി ഡിഫറെൻറ്റ്. ഡെസ്പറേറ്റ്. ഡെസ്പറേറ്റ്. വെരി ഡിഫറെൻറ്റിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ്ജക്റ്റീവാണ് ഡെസ്പറേറ്റ്. അതുകൂടാതെ വേറൊരു കോമ്പിനേഷൻ നമ്മൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടുവന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വെരി സ്കാഡ്. ഐ എം വെരി സ്കാഡ്. അപ്പോൾ വെരി സ്കാഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ്ജക്റ്റീവാണ് പെട്രിഫൈഡ്. പെട്രിഫൈഡ്. വെരി സ്കാഡ്, പെട്രിഫൈഡ്. So today we got to learn some cool adjectives. So I believe that you would include this in your conversation and while you are speaking and everything. So hope this was helpful for you guys, and this is Revati Krishnan signing off.